പാത്തു, മോളെ. അവൻ വീണ്ടും വിളിച്ചതും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ താഴേക്ക് വീഴാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു. പാത്തു, മോളെ. അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു. അവളുടെ കയ്യിൽ നിന്നും പുതുപൂർന്ന് താഴേക്ക് പോയി. അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. താഴെ കിടന്ന അവളുടെ പഴയ ഡ്രസ്സ് നിറകണ്ണുകളോടെ അവൻ അവൾക്ക് ഇട്ടുകൊടുത്തു. പിന്നെ ബാത്റൂമിൽ പോയി കപ്പിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു. പാത്തു, മോളെ, കണ്ണു തുറക്ക്. അവൻ ആവലാതിയോടെ നിറകണ്ണുകളോടെ അവളോട് പറഞ്ഞു. അവൾ എന്നിട്ടും കണ്ണുകൾ തുറക്കുന്നില്ലായിരുന്നു. അവൻ പെട്ടെന്ന് സണ്ണിയുടെ മുറിയിലേക്ക് ചെന്നു. അവൻ്റെ ഡോറിൽ തട്ടി. ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ടാണ് ഐഷുവിനെ ചുറ്റിപ്പിടിച്ച് കിടന്ന അവൻ കണ്ണു തുറന്നത്. ഡി ഐഷു, ദേ ആരോ വാതിലിൽ മുട്ടുന്നു. അതിനെന്താ, പോയി കതവ് തുറക്ക്. ഡി പുല്ലേ, നീ എൻ്റെ കൂടെയാ കിടക്കുന്നേ. നിനക്ക് കുഴപ്പമില്ലേ? എങ്കിൽ പിന്നെ എനിക്കെന്താ? അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. അയ്യോ ഇച്ചായ, അവൾ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. എടാ ഞാനാ, കതക് തുറക്ക്. അവരുടെ അനക്കം കേൾക്കാഞ്ഞതും അലക്സ് വീണ്ടും തട്ടിക്കൊണ്ട് പറഞ്ഞു. ചാച്ചനാ. അവൻ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നു. നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന അവനെ കണ്ടതും അവർ പേടിച്ചു. എന്താ ചാച്ച, എന്തുപറ്റി? സണ്ണി ആവലാതിയോടെ അവനെ നോക്കി ചോദിച്ചു. എടാ, പാത്തു ബോധം കെട്ട് വീണു, ഒന്ന് വാ. അലക്സ് വിഷമത്തോടെ പറഞ്ഞതും സണ്ണിയും ഐഷുവും അങ്ങോട്ടേക്ക് നടന്നു. അവർ ചെന്ന് വിളിച്ചിട്ടും അവൾ കണ്ണുകൾ തുറക്കുന്നില്ലായിരുന്നു. സണ്ണി, എന്താടാ? എന്താ എൻ്റെ മോൾക്ക്? അലക്സ് നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. ചാച്ച, കരയാതെ, ഒന്നും ഉണ്ടാകില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഐഷു അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇവളെ എടുക്കാം, ചാച്ചൻ കാർ എടുക്ക്. സണ്ണി അലക്സിനെ നോക്കി പറഞ്ഞു. എനിക്ക് കൈയും കാലും അനങ്ങുന്നില്ല സണ്ണി, അലക്സ് ദയനീയമായി പറഞ്ഞു. ഐഷു, റോണിയെ വിളിക്ക്. അവൻ പറഞ്ഞതും അവൾ ചെന്ന് റോണിയെ വിളിച്ചു. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റിരുന്നു. പ്ലാത്തോട്ടത്തിലും കുരിശിങ്കലിലും ലൈറ്റുകൾ തെളിഞ്ഞു. അലക്സും സണ്ണിയും റോണിയും കൂടെയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവളെ ട്രിപ്പിട്ട് കിടത്തിയതും ഡോക്ടർ അലക്സിനെയും സണ്ണിയെയും അയാളുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ, പാത്തുവിന്? അലക്സ് ആവലാതിയോട് ചോദിച്ചു. BP കുറഞ്ഞതാ, കുഴപ്പമൊന്നുമില്ല, ഷീസ് ഓൾ റൈറ്റ്. എന്താ ശരിക്കും സംഭവിച്ചത്? അയാൾ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ, അലക്സ് ഉണ്ടായത് അയാളോട് പറഞ്ഞു. ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ? ഇല്ല ഡോക്ടർ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അവൾ റിയാക്ട് ചെയ്യുന്നത്. അലക്സ് വിഷമത്തോടെ അയാളോട് പറഞ്ഞു. ഇത് നല്ലൊരു സൈനാണ്. ആ കുട്ടിയുടെ ഉത്ബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തത്. പക്ഷേ ഇതിനു മുൻപും ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അപ്പോഴൊന്നും അവളിങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി, എപ്പോഴും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പാത്തുവിന് ഓർമ്മ തിരിച്ചു കിട്ടി കാണുമോ ഡോക്ടർ? സണ്ണി സംശയത്തോട് ചോദിച്ചു. അറിയില്ല, ആ കുട്ടി കണ്ണു തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണ്ണ് തുറക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഡോക്ടർ അവരെ നോക്കി പറഞ്ഞു. അലക്സ് ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. പുറകെ സണ്ണിയും ഇറങ്ങി. വീട്ടിൽ വിളിച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, BP കുറഞ്ഞതാണെന്ന് അവർ പറഞ്ഞു. എന്താ പറഞ്ഞു ചാച്ച? അവർ രണ്ടും വെളിയിലേക്ക് ഇറങ്ങിയതും റോണി അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. സണ്ണി ഉണ്ടായത് അവനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൊച്ചിന് ഓർമ്മ കിട്ടുമോ? അവൻ സന്തോഷത്തോട് ചോദിച്ചതും അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു. എന്താ ചാച്ച? അവൻ അലക്സിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എടാ, ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും ആഗ്രഹിച്ചു പോകുക ഞാൻ. അവൾക്ക് ഓർമ്മ തിരികെ കിട്ടല്ലേ എന്ന് അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അലക്സിനെ അവരങ്ങനെ കാണുന്നത്. ചാച്ച, സണ്ണി ദയനീയമായി അവനെ വിളിച്ചു. അവൾ ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഒരു അന്യനോട് പറയുന്നത് പോലെ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉമ്മ വേണോ ഉമ്മ വേണോ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന അവൾ ഞാൻ തൊട്ടപ്പോൾ എന്നെ കൈ ഉയർത്തി അടിച്ചില്ലേടാ. അവൾക്ക് ഓർമ്മ വരുമ്പോൾ അവൾ എന്നോട് ചോദിക്കില്ലേ ഞാൻ ആരാണെന്ന്, എന്തിനാ അവളുടെ ശരീരത്തിൽ തൊട്ടതെന്ന്? അങ്ങനെ ചോദിക്കുവോടാ അവൾ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അവൾ എൻ്റെ പെണ്ണായിരുന്നെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുവോടാ? അലക്സ് ദയനീയമായി സണ്ണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും കണ്ടു നിന്ന അവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകില്ല ചാച്ച, നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. റോണി അവനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. പറയണം അവളോട്, അവൾ എൻ്റെ കുഞ്ഞായിരുന്നെന്ന് പറയണം, എൻ്റെ പെണ്ണായിരുന്നെന്ന് പറയണം, എൻ്റെ എല്ലാമായിരുന്നെന്ന് അവളോട് പറയണം. ഈ അലക്സിന് അവൻ്റെ പാത്തുമില്ലാതെ ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലെന്ന് പറയണം സണ്ണി. എനിക്കവളെ വേണം. അവളീ നെഞ്ചിക്കിടക്കാതെ എനിക്ക് ഉറക്കം പോലും വരില്ലടാ. നിങ്ങൾക്കറിയോ, ഇന്ന് 12 മണിയാകാൻ ഞാൻ എങ്ങനെ കാത്തിരുന്നതെന്ന്? അവളുടെ അടുത്ത് ചെല്ലാൻ, അവളെ ഒന്ന് കാണാൻ. എന്നിട്ട് ഇതിനു വേണ്ടിയായിരുന്നോ പിണങ്ങിയിരുന്ന് അവൾ എന്നോട് മിണ്ടിയത്? ഇച്ചായനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് കൊഞ്ചിയത് ഇതിനു വേണ്ടിയായിരുന്നോ? അവൻ നിറകണ്ണുകളോടെ അവരോട് ചോദിച്ചു. അവർക്ക് തിരികെ അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. സർ, ഡോക്ടർ വിളിക്കുന്നു, അമരയ്ക്ക് ബോധം വന്നു. ഒരു നേഴ്സ് അങ്ങോട്ട് വന്ന് പറഞ്ഞതും അലക്സ് കണ്ണുകൾ തുടച്ചു.
വാ ചാച്ചാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഉം, ഞാൻ വരുന്നില്ല സണ്ണി. അവൾക്കെന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റില്ലടാ. നിങ്ങൾ പോയിട്ട് വാ. നിങ്ങൾ ആങ്ങളമാരല്ലേ. അതൊന്നും പറ്റില്ല. ചാച്ചൻ വന്നേ പറ്റുള്ളൂ. അവൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം അവൾക്ക്. അങ്ങനെ വേണ്ടടാ. അപ്പോൾ അവളുടെ കൊഞ്ചലും കുറുമ്പും ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. അവൾ പിന്നെ എന്നോട് കൊഞ്ചില്ലടാ. ചാച്ചൻ വരാതെ ഞങ്ങളും പോകില്ല. വന്നേ, വാ. റോണി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ മനസ്സില്ലാ മനസ്സോടെ അവരുടെ കൂടെ നടന്നു. അവർ 3 പേരും മുറിയിലേക്ക് കയറി. അമരയ്ക്ക് ഇവരെ മനസ്സിലായോ? അവർ വന്നതും ഡോക്ടർ അവളോട് ചോദിച്ചു. അവൾ സണ്ണിയെയും റോണിയെയും ഒന്ന് നോക്കി. പിന്നെ അവരുടെ പുറകിൽ നിൽക്കുന്ന അലക്സിനെയും. അലക്സ് അവളെ നോക്കി വരണ്ട ഒരു പുഞ്ചിരി നൽകി. ഇച്ചായ. അലക്സിനെ കണ്ടതും അവൾ ചുണ്ടുകൾ ചുളുക്കി കൈകൾ രണ്ടും നീട്ടി അവനെ വിളിച്ചതും അവൻ ഞെട്ടി. പാത്തു. അവൻ സംശയത്തോടെ വിളിച്ചു. ഇച്ചായ, പാത്തുവിനെ ഒരു കുത്തി. ദേ, ചോര കണ്ടോ? അവൾ ട്രിപ്പിട്ട കൈകളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ടവൻ മൂടി. പാത്തുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇച്ചായൻ എവിടെ പോയതാ? അവൾ ചുണ്ടുകൾ ചുളുക്കി അവനോട് ചോദിച്ചു. അത് പാത്തുവിന് മരുന്ന് വാങ്ങാൻ പോയതാ ഇച്ചായൻ. അതിന് പാത്തുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം പാത്തുവിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരത്തെ പാത്തുവിന് വയ്യായിരുന്നു. അതുകൊണ്ടാട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം പാത്തുവിൻ്റെ അസുഖം മാറിയില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് അവൻ പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ നോക്കി. ക്ഷീണമുണ്ട്. ഇന്നൊരു ദിവസം കിടന്നിട്ട് നാളെ പോകുന്നതായിരിക്കും ബെറ്റർ. ഇതെന്താ ഡോക്ടർ ഇങ്ങനെ? നേരത്തെ അവൾക്കപ്പോൾ ഓർമ്മ വന്നതായിരുന്നോ? യെസ്, അത് ആ കുട്ടിക്ക് എന്തോ പെട്ടെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. ദാറ്റ് മീൻസ് ആ കുട്ടിയുടെ ഉത്ബോധ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെയുണ്ട്. ഇനി പേടിക്കാനൊന്നുമില്ല. മേ ബി പെട്ടെന്നൊരു ദിവസം നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് ആ കുട്ടി നോർമലാകും. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ച് തരാം, അത് കൊടുത്താൽ മതി. ഡോക്ടർ, മേ ബി പഴയ ഓർമ്മ തിരിച്ചു വന്നാൽ അവൾ ഇപ്പോൾ ഉള്ളതൊക്കെ മറക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറക്കാം, ചിലപ്പോൾ അതും ഓർക്കാം. അത് നോർമലായാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അലക്സ് പറഞ്ഞത് ഓർമ്മ വന്ന ടൈമിൽ തന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്നല്ലേ? അതെ ഡോക്ടർ. അത് നമുക്ക് 2 തരത്തിൽ ചിന്തിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷനിൽ റിയാക്ട് ചെയ്തതായിരിക്കാം, മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ. അതല്ലെങ്കിൽ താൻ അവൾക്കൊരു അപരിചിതൻ മാത്രമായിരുന്നു കാണും. ബട്ട് ഐ ആം ഷുവർ ഈ കുട്ടി അധികം വൈകാതെ നോർമലാകും. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അലക്സിന് അത് കേട്ട് സന്തോഷമാണോ വിഷമമാണോ തോന്നിയതെന്ന് അവന് മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെയോടെയാണ് അവളെ ഡിസ്ചാർജ് ചെയ്തത്. പാത്തു, ഇവിടെ അടങ്ങിക്കിടക്കണം കേട്ടല്ലോ. കുറുമ്പ് കാണിക്കാൻ നിൽക്കരുത്. ഇച്ചായന് ദേഷ്യം വരും. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായൻ ഓഫീസിൽ പോകുവാണോ? ഇന്ന് പോകണ്ട ഇച്ചായ. പാത്തുവിന് വയ്യല്ലോ. ഇച്ചായൻ എൻ്റെ കൂടെ ഇരിക്കുമോ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഇരിക്കാം, മോള് കിടന്നോ. ഓഫീസിൽ പോകുമോ? അവൾ വീണ്ടും കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. അവൻ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഓരോ നിമിഷവും അവനുള്ളിൽ ഭയം തോന്നി. അവൾക്ക് ബോധം വരുമോ? അപ്പോൾ അവൾ അവനോട് ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു അവന്. ഇച്ചായ, പാത്തുവിൻ്റെ കൂടെ ഇവിടെ ഇരിക്കില്ലേ? പാത്തുവിനെ കെട്ടിപ്പിടിക്കില്ലേ? പാത്തുവിനെ ഒറ്റയ്ക്കാക്കി ഓഫീസിൽ പോകുമോ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. പോകില്ല, മോള് കിടന്നോ. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ പതിയെ കണ്ണുകൾ അടച്ചതും അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടേയിരുന്നു. മോളെ സായ, ദേ ഇതൊന്ന് അപ്പുറത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാവോ? കുറച്ച് പച്ചക്കറിയാ, നമ്മുടെ അപ്പുറത്തുണ്ടായതാ. ശാലിനി ഒരു മുറം പച്ചക്കറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് തലയാട്ടി നടന്നു. എടി, ഞാനൂടി വരുന്നു. അവൾ പോകുന്നത് കണ്ട് റോണിയും അവളുടെ കൂടെ പോകാൻ തുടങ്ങി. എങ്കിൽ പിന്നെ ചാച്ചൻ ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ ഇനി വരേണ്ട കാര്യമില്ലല്ലോ. സായ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അത് വേണ്ട, നീ പോകും, കൂടെ ഞാനും വരും, അത് മതി. റോണി ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് തല കുലുക്കി. പിന്നീട് കുരിശിങ്കലിലേക്ക് നടന്നു. കൂടെ എമിയെ കാണാൻ അവനും അവളോടൊപ്പം വെച്ചുപിടിച്ചു. എന്താ മോളെ? അടുക്കളയിലേക്ക് സായയെ കണ്ട അന്നമ്മ സംശയത്തോട് ചോദിച്ചു. വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറി ആൻറ്റി മമ്മി തന്നു വിട്ടതാ. അതെയോ? അവർ പറഞ്ഞുകൊണ്ട് അതൊക്കെ നോക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? പാത്തുവിനാണോ? കുഴപ്പമില്ല ആൻറ്റി, അവൾ ഉറങ്ങുക. നല്ല ക്ഷീണമുണ്ട്. പിന്നെ അലക്സ് ചാച്ചനെ വിടാതെ പിടിച്ചു വെച്ചേക്കുക. അവൾ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു. ആ മോളെ, ദേ ഇതൊന്ന് ഡേവിക്ക് കൊണ്ടുപോയി കൊടുക്കാവോ? ഐഷു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, എമിയെ കണ്ടതുമില്ല. അവരൊരു റെഡ് കളർ ടവൽ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതാൻറ്റി അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു. എനിക്ക് കാലിന് വേദനയാണ് മോളെ, അതുകൊണ്ടാ. അവൻ്റെ ടവലായത്. ഇന്നലെ കഴുകാൻ ഇവിടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടതാ. കൊടുക്കാം. അവൾ പറഞ്ഞുകൊണ്ട് അതും വാങ്ങി അവൻ്റെ മുറിയിലേക്ക് നടന്നു. എമിയെ അന്വേഷിച്ച് എമിയുടെ മുറിയിൽ ചെന്നതാണ് റോണി. അവൻ ചെന്നപ്പോൾ അവൾ കുളിക്കുകയായിരുന്നു. അതുകൊണ്ട് അവളെയും നോക്കി അവൻ കട്ടിലിലിരുന്നു.
കുറച്ചു കഴിഞ്ഞതും അവൾ കുളിച്ചിട്ടിറങ്ങി. ഒരു ഗ്രീൻ പലാസോ പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടുമാണ് വേഷം. മുടി മുൻപിലേക്കിട്ട് തല തുവർത്തിക്കൊണ്ട് വരികയാണവൾ. റോണിച്ചായൻ എന്താ ഇവിടെ? അവനെ പെട്ടെന്ന് മുറിയിൽ കണ്ട അവൾ സംശയത്തോട് ചോദിച്ചു. നീ സ്കൂളിൽ പോകുന്നില്ലേ? അത് എനിക്ക് വയ്യ. എന്തു പറ്റി? നിനക്കെന്താ അസുഖം? അവൻ അവളുടെ അടുത്തേക്ക് നടന്ന് നെറ്റിയിലും മറ്റും കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് അസുഖമൊന്നുമില്ല. പിന്നെ അത് വയറുവേദനയാ. ഓ, പീരീഡ്സ് ആണോ? അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. എന്താ അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ മൂളിക്കൊണ്ട് തലയാട്ടി. എങ്കിൽ നീ റെസ്റ്റ് എടുത്തോ, ഞാൻ വൈകിട്ട് വരാം. റോണിച്ചായൻ വെറുതെ വന്നതാണോ? അവൾ സംശയത്തോട് ചോദിച്ചു. അല്ല, ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടി അറിയാൻ വന്നതാ. പിന്നെ നിനക്ക് വയ്യല്ലോ, സ്ട്രെസ് എടുക്കണ്ട, നീ റെസ്റ്റ് എടുക്ക്. അവളൊന്ന് മൂളി. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. സായ ടവലുമായി ഡേവിയുടെ റൂമിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അവൾ ബാക്കി കൂടി തുറന്ന് അകത്തേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ച കണ്ടവൾ ഞെട്ടി. അവളുടെ കയ്യിൽ നിന്നും ടവല് താഴേക്ക് വീണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, കൈകൾ വിറച്ചു. അവിടെ ഡേവിയുടെ അടുത്ത് അവൻ്റെ പുതപ്പിനുള്ളിൽ കിടക്കുകയാണ് ജാൻസി. അത് കണ്ടതും അവൾ പൊട്ടിക്കരച്ചിലൂടെ ഡോർ വലിച്ചടച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സായ! അവൾ ഇറങ്ങുന്നത് കണ്ട് റോണി അവളെ വിളിച്ചെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ പ്ലാത്തോട്ടത്തിലേക്ക് ഓടി.